ഇവിടുത്തെ ഭാരവാഹികൾ ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗം ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കൂട്ടുപുര സമർപ്പണവും കൂടി നടക്കുന്ന ഈ പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആധ്യാത്മികതയ്ക്ക് എത്ര അധികം മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. കാരണം സമൂഹത്തിലെ ഒട്ടനവധി ആൾക്കാർ ഒത്തുചേർന്ന് ഒരു ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുത്തുമ്പോൾ ആ ക്ഷേത്രം സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളെയും അവരവരുടെ മക്കളെയും പേരക്കുട്ടികളെയും അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ക്ഷേത്ര സങ്കല്പം. പ്രത്യേകിച്ച് ഇവിടെ പ്രധാനദേവൻ ഗണപതിയും അതുപോലെ ദേവിക്ക് തുല്യസ്ഥാനവും കിട്ടിക്കൊണ്ട് ആ ദേവിയുടെ അനുഗ്രഹം ചൊല്ലുന്ന നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. എന്തുകൊണ്ടെന്നാൽ വരുന്ന തലമുറ ആധ്യാത്മിക ചിന്തനം നടത്തുന്നെങ്കിലും ക്ഷേത്ര കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്ത് പണ്ടത്തേതുപോലെ നിത്യക്ഷേത്ര ദർശനത്തിലേക്കോ ആഴ്ചയിൽ ഒരു ദിവസമോ ക്ഷേത്ര ദർശനത്തിലേക്ക് വരാൻ താല്പര്യം കാണുന്ന കുട്ടികൾ വളരെ കുറഞ്ഞു വരുന്നു. അതിലേക്കൊരു മാറ്റമുണ്ടാക്കണമെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു സന്ദേശം ക്ഷേത്രത്തിൽ നിന്നും കിട്ടുവാനാണ് ഈ ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഭക്തി പ്രഭാഷണം